ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് റോള് രണ്ട് പേർക്കാണ്. ഒന്ന് നമ്മുടെ ബയോഗ്യാസും ഒന്ന് നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പുമാണ്. ഇന്ന് ഞാൻ എങ്ങനെയാണ് നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ചീയുന്നതും അളിയുന്നതും, അതായത് ബയോഗ്യാസുകാരുടെ വേർഡ്സിൽ പറഞ്ഞ് ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ബയോഗ്യാസിൽ പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത്. അതാണ് നമുക്ക് സ്ലറിയായിട്ടും ഗ്യാസായിട്ടും തിരിച്ചു കിട്ടുന്നത്. പിന്നെ അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാത്ത, അതായത് പെട്ടെന്ന് അഴുകാത്ത സാധനങ്ങൾ, ഉള്ളിത്തൊലി, സവോളത്തൊലി, പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലികൾ, പിന്നെ മാങ്കോസ്റ്റീൻ, പിന്നെ റംബുട്ടാൻ, പിന്നെ കപ്പയുടെ തൊലി, പിന്നെന്താ പറയുന്നത് ചക്കയുടെ മടലുകൾ, ഇതെല്ലാം നമ്മളിടുന്നത് നമ്മളുടെ കമ്പോസ്റ്റ് പൈപ്പിലാണ്. ഇതെല്ലാം നമുക്ക് കമ്പോസ്റ്റായിട്ട്, നമുക്ക് വളമായിട്ട്, നമ്മുടെ ചെടികൾക്കിടാനായിട്ട് ഡ്രൈ വളമായിട്ട് കിട്ടും. ഇങ്ങനെ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ട് മിനിമം 5 വർഷമായി. പിന്നെ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചതാര്? കൊറോണ. നമ്മുടെ കിച്ചൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് പൈപ്പുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വീട്ടിൽ 4 കമ്പോസ്റ്റ് പൈപ്പാണുള്ളത്. എങ്ങനെയാണ് ഞാൻ ഈ കമ്പോസ്റ്റ് മാനേജ് ചെയ്യുന്നതെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളായിട്ട് തന്നെ ഫിക്സ് ചെയ്തതാണ്. ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ട് 5 വർഷത്തിൽ കൂടുതലേറെയായി. ഇതിൻ്റെ 1/3 മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഫേമായിട്ട് പിടിച്ചു നിർത്താം. ഇതേ അനങ്ങത്തില്ല, കാരണം ഇത് മണ്ണിലേക്ക് ഫേംലി ഫിക്സ്ഡ് ആണ്. ഇങ്ങനെ എല്ലാ അടപ്പുകളും നമ്മളിങ്ങനെ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കമ്പോസ്റ്റ് പൈപ്പിൻ്റെ ഏറ്റവും അടിയിൽ നമ്മളിടുന്ന ഡ്രൈഡ് ചാണകമാണ്, അതായത് ചാണകപ്പൊടി. എന്നാൽ ബയോഗ്യാസ് പ്ലാന്റിലാണെങ്കിലോ നമ്മൾ അതിനകത്ത് അവർ കൊണ്ടുവന്ന് ഒഴിക്കുന്നത് ചാണക വെള്ളമാണ്. അപ്പോൾ ദ ബേസിക് രണ്ടിൻ്റെ ഒന്ന് തന്നെയാണ് ചാണകം. ഇതിൽ ഡ്രൈഡ് ആണെന്നുള്ള ഒറ്റ വ്യത്യാസവും. നമ്മൾ വേസ്റ്റ് ഇടാൻ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിരിക്കും. ഒന്നെങ്കിൽ ഈ സൈഡിലെ പൈപ്പിൽ നിന്ന് തുടങ്ങും, അല്ലെങ്കിൽ ആ സൈഡിലെ പൈപ്പിൽ നിന്ന് തുടങ്ങും. ഏതാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഫില്ലായതിനു ശേഷമേ നെക്സ്റ്റ് പൈപ്പിലേക്ക് നമ്മൾ പോകുള്ളൂ. സോ നമ്മൾ ഇന്ന് ഈ പൈപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ മൂട എടുക്കുന്നു. അടിയിൽ എംറ്റി ആണ്, വെറും മണ്ണാണ് കിടക്കുന്നത്, ഡ്രൈഡ് മണ്ണ്. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചാണകപ്പൊടി, ഡ്രൈഡ് ചാണകപ്പൊടിയാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. കൂനയായിട്ടിടരുത്, എല്ലായിടത്തും ഒന്ന് പരക്കെ കിടക്കുന്ന രീതിയിൽ ഇതിനകത്ത് ചാണകപ്പൊടിയാണ് ആദ്യമേ നമ്മൾ ഇടുന്നത്. ഇതിനകത്തിപ്പം ഞാൻ ചാണകപ്പൊടി ഇട്ടിരിക്കുകയാണ്. ഇതാണ് പൈപ്പ്. ചാണകപ്പൊടി ഇട്ട് കിടക്കുകയാണ്. എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ ചാണകപ്പൊടി ചെന്നിട്ടുണ്ട്. ഈ ചാണകപ്പൊടി ഇടാൻ കാരണം, ഇനി നമ്മൾ വേസ്റ്റുകൾ കൂടി ഇടുമ്പോൾ ഈ ചാണകപ്പൊടിയും വേസ്റ്റും കൂടെ മിക്സായിട്ട് ഇതിനകത്ത് പുഴുക്കളുണ്ടാകും. ഈ പുഴുക്കൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ ചത്തുപോകും. ഇതാണ് നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുന്നത്. ഈ മണ്ണും ഈ ഫുഡ് വേസ്റ്റും ഈ ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ചേർന്ന് ഈ ചത്ത പുഴുക്കളും കൂടെ ചേർന്നതാണ് നമ്മുടെ കമ്പോസ്റ്റ്. ഇതൊക്കെ നമ്മുടെ കിച്ചണിലെ ഇന്നത്തെ വേസ്റ്റുകളാണ്. ഉള്ളിത്തൊലിയുണ്ട്, വെളുത്തുള്ളിയുടെ തൊലിയുണ്ട്, ചായക്കൊത്തുണ്ട്, പിന്നെ അടിയിലേക്ക് മാങ്കോസ്റ്റിൻ്റെതും റംബുട്ടാൻ്റെയും തോടുകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിനകത്താണ് ഇടുന്നത്. ഇതൊന്നും നമുക്ക് ബയോഗ്യാസിൽ ഇടാൻ പറ്റാത്ത സാധനങ്ങളാണ്. അങ്ങനെ ഈ ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മളുടെ ഈ കമ്പോസ്റ്റ് പൈപ്പിലേക്ക് ഇടുന്നു. ഒന്നും താഴെ കളയാതെ നേരെ ഇതിലേക്ക് ഇടുക. ഇത് അടിയിലാകുമ്പോഴേക്കും മാങ്കോസ്റ്റിനും റംബുട്ടാനും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ പൈപ്പിൽ അടിയിൽ ഉണക്ക ചാണകപ്പൊടി, പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ്, ഇത്രയും ഇട്ടു. അങ്ങനെ ഈ രണ്ടും അവിടെ നമ്മൾ ഇട്ടു. ഇനി ഇതിനെ മൂടി വയ്ക്കുക.
നെക്സ്റ്റ് ഡേയും ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ബാക്കിയുള്ള ഫുഡ് വേസ്റ്റ് ഇടുക. അങ്ങനെ എവ്രി ഡേ ഇതിനകത്തിട്ട് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് അടച്ചു വയ്ക്കുക. പിന്നെ ഇത് തുറക്കരുത്. അതിനകത്ത് ബാക്കി പ്രോസസ്സിങ് നടന്നോളൂ. നെക്സ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് പോകണം. ഇങ്ങനെയാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇവിടെ പൈപ്പ് കമ്പോസ്റ്റ് വഴി ചെയ്യുന്നത്. ഈ കമ്പോസ്റ്റ് എല്ലാം സൂപ്പർ വളമാണ്. നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഈ കമ്പോസ്റ്റാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് എടുത്തു മാറ്റുന്നത്. മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് മാസങ്ങളായതാണ്. ഇതിനകത്തു നിന്നുള്ള സാധനങ്ങളെടുത്ത് നമ്മൾ കൃഷിക്കിടുകയാണ്. അത് കറക്റ്റായിരുന്നു അല്ലേ? അത് നല്ല വളമാണ്. ഇത് സൂപ്പർ വളമാണ്. ഇതെല്ലാം നമ്മുടെ പച്ചക്കറിക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാം. പുട്ടുകുറ്റിക്കകത്ത് പുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതെല്ലാം നമ്മുടെ മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങ് പോകും. നല്ല രീതിയിൽ പുഴുക്കളുണ്ട്. അയ്യോ, പുഴുവുണ്ട്. നമ്മുടെ കുറ്റികളൊക്കെ ഇളക്കി മാറ്റി. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്പേസ് ഇങ്ങനെയാണ്. 4 കുറ്റിയുടെ 4 സ്ഥലങ്ങൾ. ഇപ്പം ഇതിനകത്തിരുന്ന വളങ്ങളാണ് നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഇതിൽ കൂടി നല്ലൊരു കമ്പോസ്റ്റ് വേറെ എവിടെ കിട്ടാനാ? ഈ കുറ്റി നാട്ടിയിരിക്കുന്ന ആ സ്ഥലത്തെ മണ്ണിനും നല്ല വളമാണ്. നമ്മൾ അതും കൂടെ കുറേ കോരിയെടുത്ത് നമ്മുടെ ചെടി നടുന്നതിന് അടിയിലിടുകയാണ്. ഇത് നല്ല മണ്ണാനുള്ളൊരു തെളിവല്ലേ ഈ മണ്ണരകൾ? നിറച്ച് മണ്ണരയാണ് ഇതിനകത്ത്. ദേ നിറച്ചു മണ്ണര. ഇത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ നല്ല ബലപുഷ്ടമായ മണ്ണൊക്കെ നമ്മൾ ഇതിനടിയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. നമ്മുടെ ആ കുറ്റികൾക്കകത്തുനിന്ന് എടുത്ത നല്ല വളമുള്ള മണ്ണാണ് ഈ ഇട്ടിരിക്കുന്നതെല്ലാം. അതിൻ്റെ ആ കളർ ഡിഫറൻസ് തന്നെ കണ്ടറിയാം എത്രത്തോളം വളമുള്ളതാണിതെന്ന്. നല്ല കറുത്ത വളമുള്ള മണ്ണ്. ഇത് നിറച്ച് മണ്ണരയാണ്. ഇവിടുത്തെ മണ്ണുകളെല്ലാം കോരിയെടുത്ത് നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ ബഡിലേക്കിട്ടു. നല്ല വളവുള്ള മണ്ണ്, നിറച്ച് മണ്ണരയായിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇത് എല്ലാം റീഫിക്സ് ചെയ്തു. ഇപ്പോൾ ഇത് എം ടി ആണ്, ഒന്നുമില്ല. ഇനി ഒരറ്റത്തുനിന്ന് തൊട്ട് ഒന്നെങ്കിൽ ഈ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് പോകും.